നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ഭാഗ്യമായി മാറിയിരിക്കുകയാണ് ബിഗ് ടിക്കറ്റ്. ഇത് അടിക്കണമെങ്കിൽ അത് മലയാളി തന്നെ എടുക്കണം. ഇത് വെറും പാഴ്വാക്കല്ല, വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ വീണ്ടും മലയാളിയെ തേടി ഭാഗ്യം എത്തിയിരിക്കുകയാണ്. മലയാളിയായ സന്ദീപ് പൊന്തിപ്പറമ്പിലാണ് നറുക്കെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത്. ഖത്തറിൽ പ്രവാസിയായ സന്ദീപിന് 1 കിലോഗ്രാം 24 ക്യാരറ്റ് സ്വർണമാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഒരു കമ്പനിയിൽ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന സന്ദീപിന് ഒക്ടോബറിലെ 3ാമത്തെ പ്രതിവാര നറുക്കെടുപ്പിലാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. സമ്മാനം ലഭിച്ച വിവരം ബിഗ് ടിക്കറ്റ് പ്രതിനിധികൾ ഫോണിൽ വിളിച്ചാണ് സന്ദീപിനെ അറിയിച്ചത്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 13 വർഷമായി ഗൾഫിലെത്തിയ സന്ദീപ് കഴിഞ്ഞ 6 വർഷം തുടർച്ചയായി ടിക്കറ്റ് എടുക്കുന്നയാളാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിനെ കുറിച്ച് സന്ദീപ് അറിയുന്നത്. ഇങ്ങനെയാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ സന്ദീപ് തീരുമാനിക്കുന്നത്. 20 സുഹൃത്തുക്കളോടൊപ്പമാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത്. ഒരിക്കൽ സമ്മാനം ലഭിച്ചെന്ന് കരുതി ബിഗ് ടിക്കറ്റിലൂടെയുള്ള ഭാഗ്യ പരീക്ഷണം നിർത്താനൊന്നും സന്ദീപ് തീരുമാനിച്ചിട്ടില്ല. ഗ്രാൻഡ് പ്രൈസ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇനിയും ടിക്കറ്റ് വാങ്ങാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പദ്ധതി. ഒക്ടോബർ മാസത്തിൽ ബിഗ് ടിക്കറ്റ് എടുക്കുന്ന എല്ലാവരും പ്രതിവാര ഇലക്ട്രോണിക് നറുക്കെടുപ്പിലും ഉൾപ്പെടും. ഒരാൾക്ക് 1 കിലോഗ്രാം സ്വർണമാണ് ഇവിടെ സമ്മാനമായി ലഭിക്കുന്നത്. ഈ മാസം 16-ന് എടുത്ത ടിക്കറ്റിന് അബുദാബിയിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജയകുമാറിന് 1 കിലോഗ്രാം 24 ക്യാരറ്റ് സ്വർണം സമ്മാനമായി ലഭിച്ചിരുന്നു. സുഹൃത്തുക്കളായ 18 പേർക്കൊപ്പമായിരുന്നു ഒക്ടോബർ 16-ന് ജയകുമാർ ടിക്കറ്റ് എടുത്തത്. 2 ബിഗ് ടിക്കറ്റുകൾ ഒരുമിച്ചെടുത്താൽ 3ാമതൊരു ടിക്കറ്റ് സൗജന്യമായി ലഭിക്കുന്ന ബൈ 2 ഗെറ്റ് 1 ഫ്രീ ഓഫറിലായിരുന്നു ജയകുമാർ ഈ ടിക്കറ്റുകൾ വാങ്ങിയത്. എന്നാൽ ഭാഗ്യം ജയകുമാറിനെ കൈവിട്ടില്ല. സൗജന്യമായി ലഭിച്ച ടിക്കറ്റിന് നറുക്ക് വീഴുകയും 1 കിലോഗ്രാം സ്വർണം സമ്മാനമായി ലഭിക്കുകയും ചെയ്തു. എന്നാൽ സ്വർണം അടിച്ചെങ്കിലും ഗ്രാൻഡ് പ്രൈസ് തന്നെയാണ് ലക്ഷ്യമെന്നാണ് ജയകുമാറും പ്രതികരിച്ചത്. ഒരിക്കൽ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് താനെന്നും ഇനിയും ടിക്കറ്റുകൾ എടുക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.